നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വക്കത്ത് പട്ടാപ്പകൽ ഷബീർ എന്ന യുവാവിനെ തല്ലിക്കൊന്ന സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. പ്രധാന പ്രതി വിനായക് രാവിലെ തന്നെ പിടിയിലായിരുന്നു. പിടിയിലായ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന നില താറുമാറായിട്ടും DGP സെൻകുമാർ കോളേജ് കുട്ടികളെ പോലെ ഫേസ്ബുക്കിൽ കളിച്ചു നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ഇതൊക്കെ കണ്ടിട്ടും താനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി മിണ്ടാതിരിക്കുകയാണെന്നും മന്ത്രിയുടെ ചർമ്മകാഠിന്യം കഷ്ടമാണെന്നും VS തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാട്ടിലാകെ ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തിയിട്ടും DGP കോളേജ് കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ കളിച്ചു നടക്കുകയാണ്. ഇതിനാണോ അദ്ദേഹം തോളിൽ IPS തൂക്കിയിട്ട് നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ക്രമസമാധാനം അദ്ദേഹത്തിന് ക്രമം എന്താണെന്നോ സമാധാനം എന്താണെന്നോ പോലും അറിയാമോ എന്തോ? ഈ DGPക്കും സോളാർ കേസടക്കമുള്ള മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും വൃത്തികെട്ട അഴിമതി കേസുകൾ തേച്ചുമാച്ച് കളയുന്നതിലുമാണല്ലോ ജാഗ്രത. അതിനുള്ള ഗവേഷണത്തിലാണ് DGP സെൻകുമാർ എന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ചർമ്മകാഠിന്യമാണ് കഷ്ടം. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. A. ഷുക്കൂർ കോൺഗ്രസ് നേതാവ്, P. ബിജു ഡിവൈഎഫ്ഐയിൽ നിന്ന് ജെയിംസ് വടക്കുംചേരി ക്രിമിനോളജിസ്റ്റ് എന്നിവരാണ് ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ ഫേസ്ബുക്കിൽ ആളുകൾക്ക് അഭിപ്രായം കുറിക്കാവുന്നതാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി അഭിപ്രായം വോട്ടായി രേഖപ്പെടുത്താം. ചർച്ചയിൽ നേരിട്ട് ടെലിഫോണിലൂടെ അഭിപ്രായം രേഖപ്പെടുത്താനും അവസരമുണ്ട്. A. ഷുക്കൂറിലേക്ക് ആദ്യം പോകുന്നതിന് മുൻപ് P. ബിജു തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ബിജു, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇതിനു മുൻപും ഇത്തരം ക്രൂരതകൾ സംസ്ഥാനത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്തും ഇത്തരം തെരുവോരങ്ങളിലെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയുകയും ചെയ്യാം. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സംസ്ഥാനത്താകെ തന്നെ ക്രമസമാധാന നില താറുമാറായി എന്ന് ആക്ഷേപിക്കുന്നതിന് എന്ത് യുക്തിയാണുള്ളത്? ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 4.5 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ UDF ഭരണത്തിൽ വന്നതിന് ശേഷം 1759 കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. 400-ലധികം വരുന്ന സ്ത്രീകൾ കൊലപ്പെടുത്തിയ കേസുകളുണ്ട്. കേരളത്തിൽ പല തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉയർന്നു വരികയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഒരു ഗവൺമെൻറ്റിനോ പോലീസിനോ കഴിയുന്നില്ല. പട്ടാപ്പകൽ നട റോഡിൽ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി അടിച്ചു കൊല്ലുകയാണ്. ഇവിടെ വാണിഭ സംഘങ്ങൾ വ്യാപകമായി വരുന്നു. ഇതിലെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പോൾ അടൂരിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളെ കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസ്, അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ ഇറങ്ങിയത് ഒരു DYSP ആണ്. ഒരു IG കോപ്പിയടി കേസിലെ പ്രതിയാണ്. വേറെ അതേ IG തന്നെ സരിത കേസിൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ തെളിവ് നശിപ്പിക്കുന്നു. കോറി മാഫിയകളിൽ നിന്ന് പണം വാങ്ങുന്നു. അങ്ങനെ വിവിധ രൂപത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെ ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ വേണ്ടി സംസ്ഥാന DGP കഴിയുന്നില്ല. അദ്ദേഹം പോലീസ് മേധാവിയായിരിക്കുന്ന സംസ്ഥാനത്താണ് ഈ പട്ടാപ്പകൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ചെറുപ്പക്കാരെ അടിച്ചു കൊല്ലുന്നു. ഇന്നലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 2 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഷുക്കൂർ, നിരവധി കൊലപാതകങ്ങളുടെ ചരിത്രം ഈ സർക്കാരിന്റെ കാലത്തുണ്ടെന്ന് ബിജു ചൂണ്ടിക്കാട്ടുന്നു. 1759 പേർ ഇതിനകം ഇവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളും ഏറെ കൂടി ഈ സർക്കാരിന്റെ കാലത്തുനിന്ന്. തെരുവിൽ ആളുകൾ കൊല്ലപ്പെടുകയാണ്. ആറ്റിങ്ങലിൽ ഒരു പെൺകുട്ടിയെ കാമുകൻ തെരുവിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നു. ഇപ്പോൾ ഇന്നലെ വക്കത്ത് ഇത്തരം ഒരു യുവാവിനെ ആളുകൾ പരസ്യമായി ബീഹാർ മോഡൽ എന്ന് ആക്ഷേപിക്കും വിധം തല്ലിക്കൊല്ലുകയും ചെയ്യുന്നു. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ തോതിലുള്ള ആരോപണം ഉയരുകയാണ്. പല കേസുകളിലും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ പ്രതികളെ രക്ഷിച്ച് കുപ്രസിദ്ധി ആർജിച്ച ഉദ്യോഗസ്ഥരെ സേന അല്ലെങ്കിൽ സേനാ മേധാവി സംരക്ഷിക്കുന്നു എന്ന്. ആ നിലയിൽ ഇവിടെ ക്രമസമാധാന നില ത്രിശങ്കുവിലാണ് എന്ന് VS അച്യുതാനന്ദൻ വിമർശിച്ചാൽ അതിലെന്ത് പിഴവുണ്ട്? VS അച്യുതാനന്ദൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. CPM-നകത്ത് ആ പ്രതിപക്ഷ നേതാവിൻ്റെ അംഗീകാരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വേറെയുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പ്രതിപക്ഷ നേതാവിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് തന്നെ നിയമസഭയിലും പാർലമെന്റിലെ കണക്കനുസരിച്ചും ഇന്ത്യയിലെ മറ്റ് വാർത്താമാധ്യമങ്ങളുടെ ഭാഗമായിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിലും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1
ക്രമസമാധാന പാലന രംഗത്ത് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷവും കേരളമായിരുന്നു. ഇതിനു മുമ്പ് ഒരു ഘട്ടത്തിലും കേരളമായിരുന്നു. അത് കോടിയേരിയുടെ ഒരു കാലഘട്ടത്തിൽ, അന്ന് ഞാൻ MLA ആയിരുന്നു. ഇതാണ് വസ്തുത. ഈ വസ്തുത വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ കേരളത്തിൽ അച്യുതാനന്ദന്റെ ഭരണ കാലഘട്ടത്തിൽ കോടിയേരി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നിരവധി കൊലക്കേസുകളിൽ പ്രതിയായിരുന്ന ആന്റണിയെ ശാസ്ത്രീയമായി പിടിച്ചുകൊണ്ടുവരാൻ, അത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റ് ഇതാണ്. ഏതെല്ലാം കേസുകൾ നടന്നിട്ടുണ്ടോ അതിലെ പ്രതികളെ മുഴുവൻ പിടിക്കാൻ നടന്നിട്ടുള്ള, സമയബന്ധിതമായി പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു സർവകാല റെക്കോർഡിട്ട ഒരു ഗവൺമെന്റ് ഇത് തന്നെയാണ്. ഒരു പ്രതിയും ഇവിടെ നിന്ന് മുങ്ങിപ്പോയിട്ടില്ല. മാത്രമല്ല, ഈ കൊലപാതകങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘത്തിന്റെ കൂടെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ SFIയുടെ ആയാലും DYFIയുടെ ആയാലും CPMന്റെ ആയാലും അതിക്രമങ്ങളും കൊലപാതകങ്ങൾ വേറെയുണ്ട്. നമുക്കറിയാം, TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ലോകം അംഗീകരിക്കുന്ന പ്രതിഭാശാലിയായ ഒരു ശാസ്ത്രജ്ഞനെ അല്ലെങ്കിൽ ആ പ്രതിഭയെ അത്തരം ആക്ഷേപം താങ്കൾ ഉന്നയിക്കാൻ പോകുമ്പോൾ ഷുക്കൂർ, അക്കാര്യം താങ്കൾ ഓർക്കണം, അവിടെ പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും പോലീസ് അവിടെ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന നിലയിലുള്ള വിമർശനം ഉണ്ടാവുകയും DGP നടപടി വിശദാംശങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അതാണ് പോലീസ് നിഷ്ക്രിയതയെക്കുറിച്ച് VSന്റെ വിമർശനങ്ങളിൽ ഒന്ന്. അഭിലാഷേ, അതെ അതെ, ഞാൻ ആ അഭിലാഷ് പറഞ്ഞതിനോട് ഭാഗ്യമായി യോജിക്കാം. പോലീസിന്റെ നിഷ്ക്രിയത്വം അവിടെ ഉണ്ടായി എന്നുള്ളത് പ്രകടമായ തെളിവാണ്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെതിരെ കർശന നടപടിയെടുക്കേണ്ടതുണ്ട്. അതെടുത്തിട്ടുള്ള ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിൻ്റെ. അതിന്റെ നടപടികൾ എന്ത് എന്നുള്ളത് 2 ദിവസങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ സഹിതം അഭിലാഷ് അതാണ് ജെയിംസ് വടക്കുംചേരി താങ്കളിലേക്കാണ്. ജെയിംസ് വടക്കുംചേരി, ഇവിടെ ഷുക്കൂർ ചൂണ്ടിക്കാണിക്കും പ്രകാരം പോലീസ് ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ഒന്ന്, കൊലപാതക കേസുകളിൽ അതിപ്പോൾ TP ചന്ദ്രശേഖരൻ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കേസുകളിലെല്ലാം നിർണായകമായ ഇടപെടൽ പോലീസ് നടത്തിയിട്ടുണ്ട്. ബാങ്ക് കവർച്ചാ കേസുകളിൽ പോലീസ് ഇത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആന്റണി അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ പോലീസ് എല്ലാ കാലത്തെയും പോലെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് വിലയിരുത്താമോ? ഒപ്പം തന്നെ ഈ തരത്തിലുള്ള തെരുവ് കൊലപാതകങ്ങൾ ഇവിടെ മറ്റ് നാടുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആക്ഷേപിച്ചിരുന്ന ഇത്തരം തെരുവ് കൊലപാതകങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നതിന് പിന്നിൽ ഇത്തരം കേസുകളെ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിനുണ്ടായിട്ടുള്ള വീഴ്ചയാണോ? കേരളത്തിൽ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും BJP ഭരിച്ചാലും കേരളത്തിൽ ഒരു 360, 380 ഇതിനിടയിലുള്ള കൊലപാതകങ്ങൾ ഒരു വർഷം ഉണ്ടാകും. കാരണം ഈ കൊല്ലത്തെ ഡിസംബർ 31 ആകുമ്പോഴേക്കും ഏതാണ്ട് 360-നും 380-നും ഇടയ്ക്ക് ഉള്ളതായ കൊലപാതകം ഉണ്ടാകും എന്നുള്ളത് സംശയം ഇല്ലാത്ത വിധത്തിൽ എനിക്ക് പറയാനാകും. അത് ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയം കൊണ്ടോ വേറൊരു ഗവൺമെൻറ്റിൻ്റെ പരാജയം കൊണ്ടോ അല്ലെങ്കിൽ മിസ്റ്റർ സെൻകുമാർ ഇവിടെ DGP ആയതുകൊണ്ടോ വേറൊരാൾ DGP ആയതുകൊണ്ടല്ല. അത് ഒരു ക്രിമിനോളജിക്കൽ തത്വമാണ്. കാരണം കേരളത്തിലിപ്പോൾ ഒരു 360, 380 ഇടയിലുള്ള കൊലപാതകം ഉണ്ടാകും. അതിനകത്ത് 5%, അതായത് ഇപ്പം ഞാൻ ഈ കൊലപാതകങ്ങളെ പറ്റി ഒരു പഠനം നടത്തി ഒരു പുസ്തകം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ കൊല്ലം പുറത്തിറങ്ങിയ പുസ്തകമാണ്. അതിനകത്ത് ഞാൻ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ ഈ പക, വിദ്വേഷം, അതൊക്കെ ആണ് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലെ കൊലപാതകത്തിൻ്റെ കാരണമായിട്ട് കാണുന്നത്. അതിനകത്ത് ഒരു 5% കേസുകളിൽ ഇതുപോലെ കോളിളക്കം സൃഷ്ടിക്കുകയും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്ത കൊലപാതകങ്ങൾ ഉണ്ടാകും. ഇന്നലെ ഈ സംഭവം ഉണ്ടായി അപ്പോൾ തന്നെ ഒരു ചാനലിൽ ഇത് കാണിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കൂടി പോയി, പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മലമ്പാമ്പ് മലവെള്ളത്തിൽ ഇറങ്ങി വരുമ്പോൾ ആളുകൾ തല്ലിക്കൊല്ലുന്നത് പോലെ ഈ ആളുകൾ തല്ലിക്കൊല്ലുകയാണല്ലോ ദൈവമേ. ഇത് ഇങ്ങനെ ദൃശ്യമാധ്യമങ്ങളിൽ കാണിക്കുന്നത് ജനങ്ങളിൽ വളരെയധികം പ്രയാസങ്ങൾ, ജനങ്ങളുടെ വളരെ തെറ്റായ സന്ദേശം കൊടുക്കുമല്ലോ എന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് ചിലർ പറഞ്ഞ് ഇങ്ങനെയുള്ളതായ സീനുകളൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മാധ്യമങ്ങളെല്ലാം തന്നെ ആ സീനുകൾ നിർത്തുകയാണ് ചെയ്തത്. അതൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവം എന്ന നിലയിലാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലാതെ ഒരു ഗവൺമെന്റിന്റെ പരാജയമായിട്ട് പ്രാഥമികമായി കാണുന്നില്ല. പരാജയമാണെന്നോ വേഗം പറയൂ സാറേ. ഇത്
ഈ ഷുക്കൂറിനെ പോലുള്ള ആൾക്ക് നാണമാവില്ലേ ഇങ്ങനെ വന്നിരുന്ന് ദിവസവും ഈ മാധ്യമത്തിൽ വന്നിരുന്ന് ഇങ്ങനെ വിവരക്കേട് പറയാനായിട്ട്? ഈ കേരളത്തിലെ ജനങ്ങൾ ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ അവരുള്ള വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. സർക്കാരിനെ സ്വയം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്. ബിജു, താങ്കൾ നേരത്തെ ആക്ഷേപിക്കും പ്രകാരം കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ ഈ കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയ്ക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായി കേരളത്തിൽ നടന്നു പോകുന്നതാണ് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും. കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റവും മികച്ച ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുത്തതിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതേ തരത്തിലുള്ള പുരസ്കാരം ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ഇത്തവണയും വാങ്ങിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് എ ഷുക്കൂർ ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ആയതുകൊണ്ട് സ്വാഭാവികമായും ക്രമസമാധാന നില തകർന്നുവെന്ന് സാധാരണ പറയാറുള്ള ഒരു ആക്ഷേപമെന്നതിനപ്പുറത്തേക്ക് അത്ര വലിയ ആരോപണം ഉന്നയിക്കാൻ തക്ക ഗൗരവതരമായ സാഹചര്യം ഇവിടെ പ്രത്യേകമായി ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ലെന്നാണ്. അല്ല, ഒന്ന് അസാധാരണകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ബഹുമാന്യനായ ഷുക്കൂർ വലിയ ആവേശത്തോടു കൂടി പറഞ്ഞത് ഒരു ASIയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ 4.5 വർഷത്തിന് ശേഷം പിടിച്ചതാണ് വലിയ ആവേശത്തോടു കൂടി പറയുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഏതൊക്കെ ക്രിമിനൽ കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസും ക്രിമിനൽ സംഘവും തമ്മിൽ കൂട്ടുകെട്ടുണ്ടാവുകയല്ലേ. ഇപ്പോൾ അടൂർ ഒരു സംഭവമുണ്ടായി, 2 പെൺകുട്ടികളെ കൊണ്ട് പീഡിപ്പിച്ചു. പ്രതിയെ ഇറക്കി വിട്ടത് ഒരു DYSP ആണ്. ആ DYSP ആയിട്ട് തന്നെ തുടരുകയല്ലേ. എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? എന്തേ അതിൽ വികാരം കൊള്ളാത്തത്? ഇവിടെ ഓരോ തരത്തിൽ ഇവിടെ തെളിവ് നശിപ്പിച്ച IG ആയി തന്നെ തുടരല്ലേ. എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഏതൊക്കെ തട്ടിപ്പ് കേസെടുത്തോ? ഏറ്റവും ഭയാനകമായിട്ടുള്ള സംഭവമല്ലേ തൃശ്ശൂർ നിസാം കേസ്. ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റിക്കാരനെ അടിച്ചും ഇടിച്ചും കൊലപ്പെടുത്തി. ആ കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ പോലും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രംഗത്തിറങ്ങിയില്ലേ. ഇത് UDFും ആഭ്യന്തരമന്ത്രിയും ഈ രമേശ് ചെന്നിത്തലയും കേരളം ഭരിക്കുമ്പോഴല്ലേ നടക്കൂ. ഏതൊക്കെ നിങ്ങൾ നോക്കൂ, ഏതൊക്കെ തട്ടിപ്പ് കേസ്, ആ തട്ടിപ്പ് കേസുകളിലെല്ലാം പ്രതികൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പോൾ സരിത കേസിൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ തട്ടിയെടുത്തു. ഒരു നയാ പൈസ തൊണ്ടി മുതൽ കണ്ടെടുത്താൻ വേണ്ടിയിട്ട് അവർ കഴിഞ്ഞിട്ടുണ്ടോ? ഏത് കേസ് ഇപ്പോൾ കേരളത്തിൽ എടുത്താലും തട്ടിപ്പായിക്കോട്ടെ, പെൺവാണിഭ സംഘങ്ങളായിക്കോട്ടെ, മറ്റ് ക്രിമിനൽ കേസുകളായിക്കോട്ടെ, അതിൻ്റെ പിന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുണ്ടോ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ പരസ്യമായിട്ടുള്ള വിഴുപ്പലക്ക്? ഈ മാധ്യമങ്ങൾ വഴി അവർ പരസ്പരം വിലുപ്പഴക്കല്ലേ. സരിത കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നാണം കെട്ട ആക്ഷേപങ്ങളാണ്. അതാണ് താങ്കൾ സൂചിപ്പിക്കും പ്രകാരം എല്ലാ സർക്കാരിന്റെ കാലത്തും ഇത്തരം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സർക്കാരിൻ്റെത് മാത്രമായി ഉയർത്തിക്കാട്ടേണ്ട കാര്യമില്ല. ന്യായമാണ് ആ വാദം അംഗീകരിക്കാം. പക്ഷേ ശ്രീ ഷുക്കൂർ ഓർക്കേണ്ട ഒന്നുണ്ട്. പോലീസ് തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നത പദവിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരമായി ആരോപണം ഉയർന്നു വരുന്ന ഒരു സർക്കാരിൻ്റെ കാലമാണ് ഇത്. IG TJ ജോസിനെ കുറിച്ച് കോപ്പിയടി വിവാദം, അല്ലെങ്കിൽ സോളാർ കേസിലെ രേഖകൾ നശിപ്പിച്ചുവെന്ന് സമ്മതിപ്പിക്കപ്പെട്ട IG ഇപ്പോഴും അവിടെ തുടരുകയാണ്. DYSPയെ നേരത്തെ ആരോപണം ഉയർന്ന അടൂരിലെ പീഡനവുമായി ബന്ധപ്പെട്ട പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്, തൃശ്ശൂരിലൊരു DYSPയെ സ്ഥലം മാറ്റിയിട്ട് ഇനിയും അത് നടപ്പാകാത്തത്, അല്ലെങ്കിൽ ഈ തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരസ്പരം വിഴുപ്പലക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിനെ തള്ളിപ്പറയുന്നത്, അങ്ങനെ ഈ നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ക്രിമിനലുകളെ സഹായിക്കുന്ന ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യമില്ലായ്മ കൊണ്ട്, ആർജവമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ് പകുതിയിലധികം ഇത്തരം കുറ്റകൃത്യങ്ങളുമെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും. അല്ല, ഇത് ഈ കഴിഞ്ഞ കാലമെല്ലാം മറന്നുപോയോ? പോലീസിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ കണ്ടുപിടിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. അതിന് സർക്കാർ നടപടികൾ എടുക്കണം, ഈ സർക്കാരും എടുക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഇവിടെ നിസാമിന്റെ കൊലക്കേസിന്റെ കാര്യം പറഞ്ഞു ചന്ദ്രമോഹനെ. നിസാമിന് ഏറ്റവും വലിയ ശിക്ഷ സമയബന്ധിതമായി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെയും കാണാതെ പോകുന്നത് എന്താ ബിജു? കാണാതെ എന്താ നിങ്ങൾ പോകുന്നു? നിങ്ങളുടെ ഭരണ കാലഘട്ടത്തിലല്ലേ തോപ്പുംപടിയിൽ ഒരു DYSP കൊലക്കേസിലെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടത്? നിങ്ങളുടെ ഭരണ കാലഘട്ടത്തിലല്ലേ? നയനാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ ഒരു SI തല അറുത്ത് മാറ്റി കുട്ടനാട്ടിൽ ബോട്ടിൽ കൊണ്ടുപോയി ആളെ കൊലപ്പെടുത്തി കളഞ്ഞത്? ഇന്ന് മറന്നുപോയോ? എല്ലാ കാലഘട്ടങ്ങളിലും ഇത്രയും നിഷ്ഠൂരമായ ചില കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോലീസ് സേനയിലെ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ക്രിമിനലുകളെ ജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതിലേക്കുള്ള നടപടി വേണം. അതിലേക്കുള്ള തുടർ നടപടിയിൽ ആ ഗവൺമെന്റ് അമാന്തം കാണിക്കാൻ പാടില്ല. ഈ ഗവൺമെന്റ് ഏത് കേസന്വേഷണത്തിലാണ് അമാന്തം കാണിച്ചു എന്ന് പറയണം. ആന്റണിയുടെ കേസ് നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല.
സുഗതന്റെ കേസിൽ പ്രതിയെ കൊണ്ടുവരാനും അത് തെളിയിക്കപ്പെടാനും കഴിഞ്ഞത് ഗവൺമെന്റ് മാറിയപ്പോഴാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിസാമിന്റെ കേസിൽ നിസാമിന് 78 വയസ്സ് വരെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു അസാധാരണമായ വിധി. അതാണ് അക്കാര്യത്തിൽ താങ്കൾക്കുള്ള മറുപടി. ശ്രീ ജെയിംസ് വടക്കുംചേരി, ഇപ്പോൾ DGP TP സെൻകുമാറിന്റെ നടപടികൾ സംശയാസ്പദമാണെന്നും അത് ആത്മാർത്ഥത ഇല്ലാത്തതാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ആരോപണം. ഇപ്പോൾ IG TJ ജോസിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അടൂരിലെ DYSPക്കെതിരായി ഉയർന്നുവന്ന ആരോപണത്തിൽ അങ്ങനെ പോലീസുകാർക്കെതിരെ നിരന്തരമായി പ്രധാനപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തൃശ്ശൂരിലെ നിഷാമിന്റെ കേസിൽ വലിയ തോതിലുള്ള സമൂഹ ജാഗ്രതയും മാധ്യമ ശ്രദ്ധയും ഉണ്ടായിരുന്നുകൊണ്ടാണ് പലപ്പോഴും അവിടെ അത്തരം ഇടപെടലുകൾ ഒഴിവായി പോയതെന്ന വിമർശനവും ഉണ്ടായിരുന്നു. അവിടെ പോലീസുകാരുടെ തെറ്റായ പ്രവർത്തനത്തിന് വലിയ പഴി കേൾക്കേണ്ടി വന്ന കേസ് കൂടിയാണ്. അതെന്നോർക്കാം. TP സെൻകുമാർ പക്ഷേ സെൻകുമാർ പക്ഷേ TP ശ്രീനിവാസന്റെ കാര്യത്തിൽ അമിതമായ ജാഗ്രത കാണിക്കുന്നുണ്ട്, അമിതമായ നടപടി ആവേശം കാണിക്കുന്നുണ്ട്. അതേ ആവേശം പക്ഷേ അദ്ദേഹം പല മറ്റു കേസുകളിലും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അവരെ സംരക്ഷിക്കുന്ന സെൻകുമാർ പലയിടത്തും പല നിലപാട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് DGP എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം തൃപ്തികരമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ജനത്തിന് സംശയം തോന്നിയാൽ അതിൽ തെറ്റുണ്ടോ? അതായത് കേരളത്തിലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ആ കാലഘട്ടത്തിലാണ് ഞാൻ പോലീസ് വകുപ്പിൽ ജോലിക്ക് വന്നത്. 30 കൊല്ലക്കാലം എൻ്റെ അനുഭവമുണ്ട്. അപ്പോൾ ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലീസിന് കേട്ടതായ ചീത്തയ്ക്കും പോലീസ് കാണിച്ചതായ മർദ്ദന മുറകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നത്തെ മാധ്യമങ്ങളിൽ വന്നത്, അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അതിങ്ങനെ ഒരു ആവർത്തനം പോലെ, അതായത് ഇപ്പോൾ മിസ്റ്റർ സെൻകുമാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ 30 വർഷക്കാലവും ഞാൻ സർവീസിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ മേധാവികളായ ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ നിസാമിൻ്റെ കേസായാലും അതുപോലെ IG ജോസിൻ്റെ കേസായാലും ഇതുപോലെയുള്ളതായ സംഭവങ്ങൾ എല്ലാ ഭരണകാലത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് അങ്ങോട്ട് പൊക്കിപ്പിടിക്കുന്നതിന് അർത്ഥമില്ല. ആ പൊക്കിപ്പിടിക്കുന്നത് വെറുതെ ഒരു രാഷ്ട്രീയമായിട്ട് എല്ലാ കാലത്തും അത് കേട്ടതെന്നാണ്. ശാരി എന്നൊരു പ്രേക്ഷക ടെലിഫോണിൽ പറയൂ ശാരി, താങ്കളുടെ അഭിപ്രായം എന്താണ്? TV-യിലാണ് ശ്രദ്ധിക്കുന്നത്, ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. ശ്രീ ജെയിംസ് വടക്കുംചേരി, മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം ഈ തെരുവുകളിലെ ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിന് പതിവില്ലാത്തതാണ്. പലപ്പോഴും നമ്മളതിനെ ബീഹാർ മോഡൽ, UP മോഡൽ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നുമുണ്ട്. അത്തരം സാഹചര്യം നമ്മുടെ നാട്ടിലും ഉണ്ടാവുന്നു. കേരളത്തിൽ കുറെ കൂടി പോലീസിൻ്റെ ജാഗ്രത ഉണ്ടായിരുന്നു, സമൂഹത്തിൻ്റെ ജാഗ്രത ഉണ്ടായിരുന്നു, മാധ്യമ ശ്രദ്ധയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ കുറ്റകൃത്യങ്ങൾ പലപ്പോഴും പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം ത്വരിതഗതിയിൽ പോവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ തെരുവിലാളെ തല്ലിക്കൊല്ലാൻ, കുളത്തിലാളെ മുക്കിക്കൊല്ലാൻ, മർദ്ദിച്ചു കൊല്ലാനുമൊക്കെ ക്രിമിനലുകൾക്കും അടിയില്ലാത്ത നാടായി കേരളം മാറുന്നതിന് പിന്നിലെ സാഹചര്യം എന്താണ്? ശരിയായതിൻ്റെ ഉത്തരവാദി ആരാണ്? എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളതായ ഗുണ്ടായിസം, അതായത് ഗുണ്ടകളുടെ അമിതമായ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ ചെറുതും വലുതുമായിട്ട്, അതായത് ഈ കൊച്ചു ഗുണ്ടാ സംഘങ്ങളൊക്കെ പോലെ ഏതാണ്ട് 700ഓളം ഗുണ്ടാ സംഘങ്ങൾ വർക്ക് ചെയ്തതായിട്ട് ഉണ്ട് എന്ന് ഞാൻ ഒരു മാധ്യമത്തിൽ വായിക്കുകയുണ്ടായി. 700ഒന്നും ഇല്ലെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ചെറു ഗുണ്ടാ സംഘങ്ങൾ ധാരാളം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. അതിനകത്ത് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോൺ കളക്ട് ചെയ്യാനായിട്ട് ഗുണ്ടകൾ ഉപയോഗിക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാർ പല കാര്യങ്ങൾക്കും ഗുണ്ടകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം മാഫിയകൾ, മദ്യ മാഫിയ മുതൽ മണൽ മാഫിയ മുതൽ തടി മാഫിയ മുതൽ ഇതിലൊക്കെ ഗുണ്ടകളില്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഒരു 18-നും 30 വയസ്സിന് ഇടയിലുള്ളതായ കുട്ടികൾക്ക് ഇന്ന് വളരെയധികം ഡിമാൻഡാണ് ഗുണ്ട മേഖലയിൽ. കാരണം വളരെ ഈസി ആയിട്ട് അവർക്ക് പണം ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഗുണ്ടായിസം. ഇന്ന് ഈ ഇടയ്ക്ക് ഞാൻ ഒരു മാധ്യമത്തിൽ വായിച്ചു, അതായത് ബംഗാളികൾ കേരളത്തിൽ ജോലി ചെയ്യാനും പണം ഉണ്ടാക്കാനായിട്ട് മലയാളികളും എന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഈ പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാതെ ഈസി ആയിട്ട് പണം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു രീതി ഗുണ്ടായിസമാണ്. ഗുണ്ടാ സംഘങ്ങളെ അമർത്തിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയൂ റഷീദ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? വേഗം. ഹലോ, നമസ്കാരം. പറയൂ. അതായത് നമ്മൾ ഈ അച്യുതാനന്ദന്റെ ഏറ്റവും വലിയൊരു പാപ്പരത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കതിരൂർ മനോജ് വധക്കേസിൽ 25-ാം പ്രതിയായ നമ്മുടെ ജയരാജനെ രക്ഷിക്കാൻ വേണ്ടി CPM-ഉം അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവെന്ന വ്യക്തി ഇവിടെ ഒരു പ്രസംഗം നടത്തുമ്പോൾ ഇവിടെ ഗുണ്ട ആക്ട് നിയമപ്രകാരം കേരളത്തിൽ ക്രമസമാധാന നിലം കൊണ്ടുവന്ന ഒരു മന്ത്രി രമേശ് ചെന്നിത്തലയാണ്.
ഞാൻ എ ഷുക്കൂറിനോട് യോജിക്കുകയാണ്. താങ്കൾ ഷുക്കൂറിനോട് യോജിക്കുകയാണ്. ഷുക്കൂർ താങ്കളോട് യോജിക്കുന്നവരുമുണ്ട്. ഷുക്കൂർ മനസ്സിലാക്കൂ, അതായത് ഇവിടെ ഗൂണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരം കൊള്ളപ്പലിശ സംഘങ്ങളെ ഇല്ലാതാക്കാൻ രമേശ് ചെന്നിത്തല വന്നതിന് ശേഷം ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നത് അവിതർക്കിതമാണ്. പക്ഷേ അത് ഫലപ്രാപ്തിയിലെത്തിയോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? കാരണം ഈ പറയുന്ന ഓപ്പറേഷൻ കുബേര പല ഘട്ടങ്ങളും കടന്നുപോയെങ്കിലും സംസ്ഥാനത്ത് ഏതാണ്ട് മിക്ക ജില്ലകളിലും മിക്ക ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം ഗൂണ്ടാ സംഘങ്ങൾ സജീവമാണ്, ഇത്തരം കുബേര സംഘങ്ങൾ സജീവമാണ്. ഇതിലൊന്നും ആത്മാർത്ഥമായ ഇടപെടൽ അവസാനം വരെ നടത്താൻ സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനോ കഴിഞ്ഞിട്ടില്ല, ഒരു താല്പര്യവും കാണിച്ചിട്ടുമില്ല. ശരിയല്ല, അതിനോട് വിയോജിക്കുന്നു. ഈ കുബേര എന്ന് പറയുന്ന ആ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ കൊള്ളപ്പലിശക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ, അവർക്ക് ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ, അതുവഴി ഈ സാമൂഹ്യ തിന്മ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളിൽ നല്ല ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ, സമൂഹത്തിൽ അത് തുടർ നടപടിയായി എടുത്തുകൊണ്ട് ഗവൺമെന്റിന് പോകാൻ കഴിയുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മയോ വീഴ്ചയോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല രണ്ടാമതെടുത്ത കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഭാഗമായി മാറി അവരുടെ ജീവിതം ഇന്ന് എല്ലാ വാർത്താമാധ്യമങ്ങളിലും വരുന്നത് അതാണ്. അതുവഴി ജീവിതം വഴിതെറ്റിക്കപ്പെടുന്നു. അതിനാത്മാർത്ഥമായൊരു പരിശ്രമം നടത്തി അവിടെ അവബോധം, അവിടെ ക്രിമിനൽ കുറ്റം നടത്തുന്ന ഇത്തരം ആളുകളെ കയ്യാമം വെക്കാൻ, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ എന്തെല്ലാം നല്ല പരിശ്രമങ്ങൾ തുടങ്ങി വെച്ചൊരു ഗവൺമെന്റാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. അതാണ് താങ്കളുടെ വാദം. പി ബിജു, താങ്കളിലേക്ക്. ബിജു, ഇക്കാര്യത്തിലുണ്ടായ വിമർശനം സംസ്ഥാനത്താകെ ക്രമസമാധാന നില തകരാറിലായിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് CPIM-ന്റെ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തുമ്പോൾ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒരു കൊലപാതക കേസിൽ മുൻകൂർ ജാമ്യം തേടി 4ാം തവണയും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്ന് CPIM-ന്റെ 2 നേതാക്കൾ കൊലപാതക കേസിൽപ്പെട്ട് സ്വന്തം ജില്ലയിൽ കടക്കാൻ കഴിയില്ല എന്ന് കോടതി ഉത്തരവിട്ട ദിവസമാണ് ഇന്ന്. അതേ ദിവസം VS അച്യുതാനന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഇവിടെ ആകെ ക്രമസമാധാന നില തകരാറിലായിരിക്കുകയാണെന്ന്. വിരോധാഭാസം തോന്നുന്നുണ്ടോ? അല്ല, ഒരു വിരോധാഭാസവും ഇല്ല. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്? കേരളത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു, പെൺവാണിഭ സംഘങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു, കൊള്ള സംഘങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു, പട്ടാപ്പകൽ ജനങ്ങളെ അടിച്ചു കൊല്ലുന്നു. ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് കേരളീയ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. പക്ഷേ കേരളത്തിൻ്റെ DGPയുടെ പ്രശ്നം എന്താണ്? അവിടെ TP ശ്രീനിവാസനെ അവിടെ ഒരു സമരത്തിനിടയിൽ ഉണ്ടായ പ്രശ്നമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നമായി കേരളത്തിൻ്റെ DGP കാണുന്നത്. അവിടെയാണ് കുഴപ്പം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഏത് സംഭവം എടുത്തോ, ഇപ്പം നിസാം സംഭവം, ഒരു മുൻ DGPക്കെതിരെയാണ് ആക്ഷേപം വരുന്നത്. മുൻ DGP പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെട്ടു എന്നാണ് ആക്ഷേപം വരുന്നത്. അടൂർ സംഭവം, DYSP പ്രതിയെ ഇറക്കിവിട്ടെന്ന് ആക്ഷേപം വരുന്നു. ഇവിടെ പ്രശ്നം എന്താണ്? അക്രമങ്ങളും മറ്റു പ്രശ്നങ്ങളും എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ചുമതലകൾ, പ്രത്യേകിച്ച് ക്രമസമാധാനത്തിൻ്റെ ചുമതലകൾ, അതോടൊപ്പം പ്രധാനപ്പെട്ട അന്വേഷണ ചുമതലകൾ ഇതെല്ലാം ഏൽപ്പിക്കുന്നത് ഈ ഗവൺമെൻറ്റിന് താല്പര്യമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് കൊള്ളസംഘത്തിനെ സംരക്ഷിക്കുന്നു. ഈ കൊള്ളസംഘത്തിൻ്റെയും അഴിമതിക്കാരുടെയും സംരക്ഷണമായി ഒരു DGP ഇരിക്കുകയാണ്. എന്നിട്ട് ആ DGP പറയുകയാണ് ഇവിടെ TP ശ്രീനിവാസൻ്റെ സംഭവമാണ് നാണക്കേട്. അടൂരിൽ ആ പെൺകുട്ടികളെ പീഡിപ്പിച്ച ഇറക്കിവിട്ട DYSP അല്ലേ കേരളത്തിന് നാണക്കേടുണ്ടാക്കിയത്? ഇവിടെ പട്ടാപ്പകൽ ചെറുപ്പക്കാരനെ അടിച്ചു കൊന്ന സംഭവമല്ലേ കേരളത്തിൽ നാണക്കേടുണ്ടാക്കിയത്? നിസാം കേസിൽ ആ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി DGP വിളിക്കുന്നതല്ലേ കേരളത്തിൽ നാണക്കേടുണ്ടാക്കിയത്? ഇത്തരം സംഭവങ്ങളല്ലേ കേരളത്തിൽ നാണക്കേടുണ്ടാക്കുന്നത്? അതിന് പകരം മറ്റു ചില സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്നത് എന്തിനാണ്? വിക്ടോറിയലിനി ഓൺലൈൻ വോട്ടെടുപ്പ് ഫലമാണ്. ആവർത്തിച്ചു വരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്ന് വിലയിരുത്താൻ കഴിയുമോ എന്നതായിരുന്നു ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിനുള്ള ചോദ്യം. വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ 75.61% പേർ ക്രമസമാധാന നില അപകടത്തിലാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ 24.39% ആളുകൾ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളുടെ പേരിൽ നാട്ടിൽ സമാധാനം തകർന്നുവെന്ന് വിലയിരുത്താൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒപ്പം CA ഷുക്കൂർ, P ബിജു, ജെയിംസ് വടക്കഞ്ചേരി ഒരിക്കൽ കൂടി നന്ദി.